ഓം പരാശക്തി നമഃ. ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രം ആദിപരാശക്തിയുടെ കേശാദിപാദ വർണ്ണന 173 ശ്ലോകം 935 നാമപദം. വിശ്വമാത, വിശ്വജനനിയാണ് ദേവി. 936 ജഗദ്ധാത്രി, ജഗത്തിനെ ധരിക്കുന്നവളാണ് ദേവി. ദേവി ജഗത്തിന് ആശ്രയമാണ്. 937 വിശാലാക്ഷി, വിശാല നേത്രങ്ങളാണ് ദേവിക്ക്. കാശിയിൽ ദേവി വിശാലാക്ഷി എന്ന പേരിലാണ് ആരാധിക്കപ്പെടുന്നത്. 938 വിരാഗിണി, ആസക്തിയില്ലാത്തവളാണ് ദേവി. 939 പ്രഗൽഭ, പ്രപഞ്ച കാര്യങ്ങളിൽ ശക്തിയും സാമർഥ്യവും ഉള്ളവളാണ് ദേവി. 940 പരമോദാര, അത്യന്തം ഉദാരയാണ് ദേവി. 941 പരമോദ, പരമാനന്ദ സ്വരൂപിണിയാണ് ദേവി. 942 മനോമയി, ദേവി മനസ്സാണ്, ശുദ്ധമായ മനസ്സാണ് ബ്രഹ്മം. 943 വ്യോമകേശി, ആകാശമാകുന്ന കേശം, തലമുടിയോട് കൂടിയ ദേവി. ദേവിയുടെ വിരാട് രൂപത്തിൽ ആകാശം തലമുടിയാണ്. വ്യോമകേശ പത്നി എന്നും അർത്ഥമുണ്ട്. 944 വിമാനസ്ഥ, വിമാനത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. വിമാനത്തിന് സാധാരണയുള്ള അർത്ഥത്തിന് പുറമെ ഉപാധിരഹിതമായ ബ്രഹ്മം എന്നും അർത്ഥമുണ്ട്. 945 വജ്രിണി, വജ്രായുധം ധരിച്ചവളാണ് ദേവി. 946 വാമകേശ്വരി, വാമകേശ്വര തന്ത്രത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ഈശ്വരിയാണ് ദേവി. 947 പഞ്ചയജ്ഞപ്രിയ, പഞ്ചയജ്ഞങ്ങളിൽ പ്രീതിയുള്ള ദേവി. പഞ്ചയജ്ഞം എന്നാൽ ദേവയജ്ഞം, പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം, ഭൂതയജ്ഞം, മനുഷ്യയജ്ഞം. ഇതൊക്കെ തന്നെ എല്ലാവരും അനുഷ്ഠിക്കേണ്ടതാണ്. 948 പഞ്ചപ്രേത മഞ്ചാധീശായിനി, 5 ദേവന്മാർ. 948 പഞ്ചപ്രേത മഞ്ചാധീശായിനി, 5 ദേവന്മാർ വഹിക്കുന്ന മഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്ന ശയിക്കുന്ന ദേവി. ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ, സദാശിവൻ എന്നിവരാണ് ഈ 5 ദേവന്മാർ. 949 പഞ്ചമി, സദാശിവ പത്നിയാണ് ദേവി. 950 പഞ്ചഭൂതേശി, പഞ്ചഭൂതങ്ങൾക്ക് അധീശ്വരിയാണ് ദേവി. പ്രപഞ്ചത്തിലെ മൂലഘടകങ്ങളാണ് പഞ്ചഭൂതങ്ങൾ: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. 951 പഞ്ചസംഖ്യോപചാരിണി, പഞ്ചസംഖ്യകൾ കൊണ്ട് ഉപചാരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവൾ, ഇഷ്ടപ്പെടുന്നവൾ. ഗന്ധം, പുഷ്പം, ധൂപം, ദീപം, നൈവേദ്യം എന്നിവയാണ് 5 ഉപചാരങ്ങൾ. 952 ശാശ്വതി, നിത്യയാണ് ദേവി. 953 ശാശ്വത ഐശ്വര്യ, ശാശ്വതമായ ഐശ്വര്യത്തോടു കൂടിയവളാണ് ദേവി. 954 ശർമ്മദ, ശാന്തിയും ആനന്ദവും നൽകുന്നവളാണ് ദേവി. 955 ശംഭുമോഹിനി, ശിവനെ മോഹിപ്പിക്കുന്ന ദേവി. 956 ധര, ജീവജാലങ്ങളെ ധരിക്കുന്ന ഭൂമിദേവി. 957 ധരസുത, ധരൻ്റെ സുത, ഹിമവത് പുത്രിയായ ദേവി. 958 ധന്യ, അനന്തമായ ധനസൗഭാഗ്യങ്ങളുള്ള ദേവി. 959 ധർമ്മിണി, ധർമ്മസ്വരൂപിണിയായ ദേവി. 960 ധർമ്മവർദ്ധിനി, ധർമ്മം വളർത്തുന്നവളാണ് ദേവി. 961 ലോകാതീത, ഈ പ്രപഞ്ചത്തിനൊക്കെ അതീതയായി വർത്തിക്കുന്നവളാണ് ദേവി. സ്ഥൂലമായ അർത്ഥത്തിൽ മഹാകൈലാസത്തിൽ വർത്തിക്കുന്നവളെന്നും സ്ഥൂല പ്രപഞ്ചത്തിന് അതീതയായി ആത്മരൂപേണ വർത്തിക്കുന്നവൾ എന്നുമാണ് സൂക്ഷ്മമായ അർത്ഥം. 962 ഗുണാതീത, ഗുണങ്ങൾക്കതീതയാണ് ദേവി. 960 സർവാതീത, എല്ലാറ്റിനെയും അതീതയാണ് ദേവി. വാക്കിനും മനസ്സിനുമൊക്കെ അപ്പുറമാണ് ദേവി.
964 ശമാത്മിക, ശമസ്വരൂപിണിയാണ് ദേവി. ശമം അഥവാ ആനന്ദസ്വരൂപിണി എന്നും അർത്ഥമുണ്ട്. 965 ബന്ധൂക കുസുമപ്രഖ്യ, ബന്ധൂക കുസുമം പോലെ ചുവപ്പ് നിറമുള്ളവളാണ് ദേവി. 966 ബാല, ബാലരൂപിണിയാണ് ദേവി. 967 ലീലാവിനോദിനി, പ്രപഞ്ച ലീലകളിൽ വിനോദം കൊള്ളുന്നവളാണ് ദേവി. 968 സുമംഗലി, അത്യന്തം മംഗളസ്വരൂപിണിയാണ് ദേവി. 969 സുഖകരി, സുഖം നൽകുന്ന ദേവി. 970 സുവേഷാഠ്യ, സുവിശിഷ്ടമായ വസ്ത്രങ്ങൾ ധരിക്കുന്നവളാണ് ദേവി. 971 സുവാസിനി, നിത്യം സുമംഗലയാണ് ദേവി. 972 സുവാസിന്യർച്ചനപ്രീത, ദേവി സുവാസിനികളാൽ അഥവാ സുമംഗലികളാൽ അർച്ചന ചെയ്യപ്പെടുന്നത് ഏറെ ഇഷ്ടമുള്ളവളാണ്. 973 ആശോഭന, നിത്യം സുന്ദരിയാണ് ദേവി. 974 ശുദ്ധമാനസ, പരിശുദ്ധ മാനസയാണ് ദേവി. 975 ബിന്ദു തർപ്പണ സന്തുഷ്ട, ബിന്ദുവിൽ തർപ്പണം ചെയ്യുന്നത് കൊണ്ട് സന്തോഷിക്കുന്നവളാണ് ദേവി. ബിന്ദു അഥവാ ശ്രീചക്രത്തിലെ സർവാനന്ദമയ ചക്രത്തിൽ 4 വർണ്ണങ്ങളിൽപ്പെട്ടവർ വിവിധ വസ്തുക്കൾ കൊണ്ട് തർപ്പണം ചെയ്യണമെന്നാണ്. ജ്ഞാനികളുടെ ഉപഹാരം കൊണ്ട് സന്തോഷിക്കുന്നവളാണ് എന്നും അർത്ഥം. 976 പൂർവജ, എല്ലാവർക്കും മുന്നേ ഉണ്ടായവളാണ്, ആദിശക്തിയാണ് ദേവി. 977 ത്രിപുരാംബിക, ത്രിപുരാംബികയാണ് ദേവി. ശ്രീചക്രത്തിലെ 8ാമത്തെ ചക്രത്തിൻ്റെ അഭിമാന ദേവതയാണ് ത്രിപുരാംബിക. അങ്ങനെ ദേവി നാമവർണ്ണന പാരായണം ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സ് കൂടുതൽ ഏകാഗ്രമായി ദേവിയുടെ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുന്നു.